നമസ്കാരം. കേരളം ഹൈബ്രിഡ് കഞ്ചാവിന്റെ പിടിയിൽ അമരുകയാണ്. മലയാള സിനിമക്കാർ പലരും ഇതിന്റെ പിടിയിലാണ്. ക്രിസ്റ്റീന എന്ന തസ്ലീമയുടെ അറസ്റ്റോടുകൂടി പുതിയ ലഹരിയും ചർച്ചകളിലെത്തുകയാണ്. അടുത്ത കാലത്തായി സംസ്ഥാനത്ത് വലിയ തോതിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. വിപണിയിൽ വൻ വിലമതിക്കുന്നതാണ് ഇവ. പ്രത്യേക അന്തരീക്ഷത്തിലും സാങ്കേതിക വിദ്യയിലും വളർത്തിയെടുക്കുന്നതാണിത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പിടിച്ചെടുത്തതും ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു. ആഫ്രിക്കൻ ഇന്ത്യൻ കഞ്ചാവുകളുടെ വിത്തുകൾ ചേർത്താണ് ഈ ഇനം വികസിപ്പിച്ചെടുക്കുന്നത്. കൃത്രിമ വെളിച്ചത്തിലും അടച്ചിട്ട മുറികളിലുമാണ് കൃഷി. മണ്ണില്ലാതെ പ്രത്യേക ലൈനിയിലാണ് വളർത്തുന്നത്. അപകടകരമായ ഊർജ്ജം ഇതിലൂടെ ലഭിക്കുമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആരോഗ്യത്തെ ഗുരുതരാവസ്ഥയിൽ എത്തിക്കുന്നതാണ് ഈ ലഹരി. തസ്ലീമയിൽ നിന്നും നിരവധി തെളിവുകൾ എക്സൈസിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഈ അന്വേഷണം അട്ടിമറിക്കാനും ഉന്നത ഇടപെടലുകൾ സജീവമാണ്. മണിക്കൂറുകൾ ഇതിന്റെ ലഹരി നീണ്ടു നിൽക്കും. MDMA വിൽപ്പനക്കാർ പോലും ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഈ കഞ്ചാവ് വാങ്ങുമെന്നും എക്സൈസ് പറയുന്നു. ചില രാജ്യങ്ങളിൽ ഇത് നിയമപരമാണ്, പ്രത്യേകിച്ച് തായ്ലൻഡിൽ. അവിടെ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതലായി എത്തുന്നത്. സൈക്കോസിസ്, ശ്വസന പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, രക്തസമ്മർദ്ദത്തെയും ഹൃദയമിടിപ്പിനെയും ബാധിക്കുന്നു. കനാബിയോനിസ്, ഹൈപ്പർ മെസിസ് സിൻഡ്രോം തുടങ്ങി ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇവ കാരണമാകുന്നു. കഞ്ചാവ് സസ്യത്തിന് 2 വ്യത്യസ്ത ഇനങ്ങളാണ് ഇൻഡിക്കയും സറ്റാവയും. ഇവ രണ്ടും വ്യത്യസ്ത തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവയാണ്. ഇൻഡിക്ക ശരീരത്തിലും സാറ്റൈവകൾ മനസ്സിനും സ്വാധീനം ചെലുത്താൻ കഴിവുണ്ട്. ഇവ പല പേരുകളിൽ വിപണിയിൽ ലഭ്യമാണ്. ഹൈബ്രിഡ് ഇനങ്ങൾക്ക് സാധാരണയായി പ്രബലമായുള്ള ഇനത്തിനെ പ്രതിഫലിപ്പിക്കുന്ന പേരുകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് പൈനാപ്പിൾ എക്സ്പ്രസ് സറ്റൈവ ഇനം കൂടുതൽ അളവിലുള്ള ഹൈബ്രിഡാണ്. അതേസമയം കുക്കീസ് കുഷ് ഇൻഡിക്ക ഇനം കൂടുതൽ അളവിൽ ചേർക്കുന്ന ഹൈബ്രിഡാണ്. സറ്റൈവയും ഇൻഡിക്കയും ഒരേ അളവിൽ ചേർക്കുന്ന ഹൈബ്രിഡും വിപണിയിലുണ്ട്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ യുവതിയുടെ മൊഴിയിൽ പറഞ്ഞ സിനിമാ മേഖലയിലുള്ളവരിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ തേടാനാണ് തീരുമാനം. അതോടുകൂടിയാണ് കൂടുതൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ലഭ്യമാകും. എത്രത്തോളം ഭീകരമാണ് കേരളത്തിലെ ഹൈബ്രിഡ് കഞ്ചാവ് വ്യാപനം എന്ന കാര്യത്തിൽ ഇതോടുകൂടി ഒരു ചിത്രം പോലീസിന് ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഉപാസി എന്നിവരടക്കമുള്ളവർക്ക് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് വൈകാതെ നോട്ടീസ് നൽകും. ഇരുവർക്കും ലഹരി മരുന്നുകൾ കൈമാറിയിട്ടുണ്ടെന്നും ഒന്നിച്ചിരുന്ന ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും പിടിയിലായ തസ്ലീമ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇവരടക്കം സിനിമാ മേഖലയിലുള്ളവരുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിലെ പലരുമായുള്ള ചാറ്റുകളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു. പല സിനിമകളിലും എക്സ്ട്രാ നടിയായി എത്തിയതിലൂടെ ഉണ്ടാക്കിയ പരിചയമാണ് താരങ്ങളുമായുള്ള തസ്ലീമയുടെ ബന്ധത്തിന് അടിസ്ഥാനം. കണ്ണൂർ സ്വദേശിയായ ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന തമിഴ് സിനിമകളിലും എക്സ്ട്രാ നടിയായും സ്ക്രിപ്റ്റ് പരിഭാഷകയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ബന്ധം ഉപയോഗിച്ചാണ് തസ്ലീമ മലയാള സിനിമാക്കാരുമായി അടുത്തത്. ഇതോടെ പ്രവർത്തന മേഖല കൊച്ചിയിലേക്ക് മാറ്റി. 2-3 മലയാള സിനിമകളിലും മുഖം കാണിച്ചു. തൃക്കാക്കര കേന്ദ്രീകരിച്ചായിരുന്നു കൊച്ചിയിലെ തസ്ലീമയുടെ പ്രവർത്തനം. എന്നാൽ ലഹരി മരുന്ന് നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായതോടെ വീണ്ടും തമിഴ്നാട്ടിലേക്ക് കളമാറ്റി. എങ്കിലും ലഹരി ഇടപാട് കേരളത്തിലും അതിർത്തികളിലുമായി തുടർന്നു. തമിഴ്നാട് തിരുവള്ളൂർ ഉലകനാഥപുരം 4th സ്ട്രീറ്റിൽ താമസിക്കുന്ന തസ്ലീമയെയും കൂട്ടാളി ഫിറോസിനെയും ലഹരി ഇടപാട് നടത്തുന്നതിനിടെയാണ് പിടികൂടുന്നത്. ബാഗിൽ സൂക്ഷിച്ച 3 പൊതികളിലായാണ് കഞ്ചാവ് കരുതിയിരുന്നത്. പലവിധ കഞ്ചാവുകൾ ക്രിസ്റ്റീനയിലൂടെ മലയാള സിനിമാ ലോകത്ത് എത്തിയെന്നാണ് വിലയിരുത്തൽ. സറ്റൈവ കഞ്ചാവ് പ്രധാനമായും ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയിലാണ് വളരുന്നത്. ആഫ്രിക്ക, മധ്യ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ, പശ്ചിമേഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവയും ഇതിലൊക്കെ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ക്രിസ്റ്റീനയിലൂടെ ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും പോലീസിന് എക്സൈസിനും മനസ്സിലാകുമെന്നാണ് വിചാരിക്കുന്നത്.